ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ പാഠഭാഗമാണ് കേട്ടോ. അപ്പോൾ എന്താണ് പാഠഭാഗത്തിൻ്റെ പേര്? എരുതിയിൽ ഉയിരോടെ അല്ലേ? അപ്പോൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ചില സന്ദർഭങ്ങളിൽ ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട്. ഗ്രീക്ക് പുരാതന കഥകളിൽ സൈക്കെ എന്നൊരു പെൺകുട്ടിയുണ്ട്. തന്നെ വിവാഹം ചെയ്ത ഈറോസ് ദേവനെ തിരികെ കിട്ടാനായി സൈക്കെ നടത്തുന്ന പോരാട്ടത്തിൻ്റെ കഥ വായിക്കൂ. അപ്പോൾ സൈക്കെ തൻ്റെ വിവാഹം ചെയ്ത ഈറോസ് ദേവനെ തിരികെ കിട്ടാനായിട്ട് നടത്തുന്ന ഒരു പോരാട്ട കഥയാണ് കേട്ടോ. എരുതിയിൽ ഉയിരോടെ. അപ്പോൾ നമുക്ക് വായിക്കാം. ഭ്രാന്തിയെ പോലെ സൈക്കെ അലഞ്ഞു നടന്നു. ആരും തുണയില്ലാത്ത അവസ്ഥ. കാറ്റിനോടും കല്ലിനോടും മരുഭൂമിയിലെ മണൽത്തരികളോടും അവൾ തൻ്റെ സങ്കടം പറഞ്ഞു. ഈറോസ് ദേവൻ എവിടെയാണെന്ന് ചോദിച്ചു. ഒരു ഉത്തരവും അവൾക്ക് കിട്ടിയില്ല. അവസാനം ഡിമിറ്റർ എന്ന വസന്തദേവതയെ അവൾ കണ്ടു. കണ്ണീർ പൊഴിച്ച് വിലപിക്കുന്ന അവളിൽ ആ ദേവി കനിഞ്ഞു. ദേവി പറഞ്ഞു, ഈറോസ് ദേവനെയാണല്ലോ നീ അന്വേഷിക്കുന്നത്. അദ്ദേഹം അമ്മയായ ആഫ്രോഡിറ്റിയുടെ അടുത്തുണ്ട്. വിളക്കിലെ എണ്ണ വീണതുകൊണ്ട് തോൾ പൊള്ളി ആ ദേവൻ വേദനിച്ച് കിടക്കുകയാണ്. കഷ്ടം, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ദേവി എന്നെ രക്ഷിക്കൂ, എനിക്ക് ഒരു മാർഗം പറഞ്ഞു തരൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഡിമിറ്റർ പറഞ്ഞു, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആഫ്രോഡിറ്റി ദേവിയോട് മാപ്പ് അപേക്ഷിക്കുക. പാപപരിഹാരം ചെയ്ത് പ്രസാദിപ്പിക്കണം. അവർ ഇപ്പോൾ വല്ലാതെ കോപിച്ചിരിക്കുകയാണ്. സൈക്കോ ആഫ്രോഡിറ്റി ദേവിയുടെ അടുത്തെത്തി. അവൾ പറഞ്ഞു, ദേവി, എന്നോട് ക്ഷമിക്കൂ, ഞാൻ തെറ്റു ചെയ്തു പോയി. എന്തു പരിഹാരം വേണമെങ്കിലും ചെയ്തു കൊള്ളാം. ആഫ്രോഡിറ്റി കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളുകയായിരുന്നു. എങ്ങനെയും സൈക്കയെ നശിപ്പിച്ചിട്ടേ അടങ്ങുകയുള്ളൂവെന്ന് അവൾ നിശ്ചയിച്ചിരുന്നു. ആഫ്രോഡിറ്റി ചോദിച്ചു, ഞാൻ പറയുന്ന ഏത് ജോലിയും നീ ചെയ്യുമോ? തീർച്ചയായും ചെയ്യാം ദേവി, സൈക്കെ പറഞ്ഞു. എന്നാൽ ആ കാണുന്ന നെല്ലും ഗോതമ്പും അമരപ്പയറും ചേർന്ന് ഒന്നായി കിടക്കുന്ന ധാന്യകൂമ്പാരത്തിലെ ഓരോ ധാന്യവും വെവ്വേറെ ഇനം തിരിച്ച് പെറുക്കി കൂട്ടണം. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഇത് ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ കടുത്ത ശിക്ഷയുണ്ടാകും. വിജയിച്ചാൽ നിന്നെ അംഗീകരിക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്? ഒന്നായി കിടക്കുന്ന ധാന്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് വെവ്വേറെ ആക്കി എടുക്കണം അല്ലേ? അതും ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ചെയ്യണം. ആഫ്രോഡിറ്റി ഇത് പറയുമ്പോൾ ചുണ്ടിലൊരു പരിഹാസ ചിരി ഉണ്ടായിരുന്നു. പ്രഭാതത്തിൽ സൈക്കെ ജോലി തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അവൾ തളർന്നു. ഭാരിച്ച ആ ജോലി മാസങ്ങൾ കൊണ്ടുപോലും ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് വ്യക്തമായി. മല പോലെ മുന്നിൽ കിടന്ന ധാന്യകൂമ്പാരത്തിന് മുന്നിലിരുന്ന് സൈക്കെ പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട ഒരു കൂട്ടം ഉറുമ്പുകൾ കാര്യം അന്വേഷിച്ചു. കരഞ്ഞുകൊണ്ട് അവൾ എല്ലാം പറഞ്ഞു. ഉറുമ്പുകളുടെ രാജാവ് പറഞ്ഞു, സഹോദരി, കരയേണ്ട, ഞങ്ങൾ നിനക്ക് വേണ്ടി ഈ ജോലി ചെയ്തു തീർക്കാം. ലക്ഷോപലക്ഷം ഉറുമ്പുകൾ അവിടെ എത്തി. അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ധാന്യമണികൾ ഇരം തിരിച്ച് കൂനകളാക്കി മാറ്റി. സൈക്കെ ഉറുമ്പുകളോട് നന്ദി പറഞ്ഞു. അപ്പോൾ മക്കളെ, ആ ധാന്യങ്ങൾ വേർതിരിക്കാൻ വേണ്ടിയിട്ട് സൈക്കയെ ഉറുമ്പുകൾ സഹായിച്ചു അല്ലേ? സന്ധ്യയ്ക്ക് ആഫ്രോഡിറ്റി വന്നു. ധാന്യങ്ങൾ അതതിടങ്ങളിൽ ഇനം തിരിച്ച് കൂട്ടിയിരിക്കുന്നു. ദേവി വിസ്മയിച്ചു. എങ്കിലും ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത് തീർച്ചയായും നീ നിന്റെ കൈകൊണ്ട് ചെയ്തതല്ല. എന്തോ വഞ്ചന ഇതിലുണ്ട്. ഒരു റൊട്ടി കഷ്ണം അവൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവരവളെ ഇരുട്ടറയിലടച്ചു. സൈക്കെ ദുഃഖിതയായി അവിടെ കിടന്നു. പിറ്റേ ദിവസം ആഫ്രോഡിറ്റി ദേവി മലമടക്കുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന കരിനദി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ നദിയുടെ ഉറവിടത്തിൽ നിന്ന് മഞ്ഞകട്ട പോലെ തണുത്ത ജലമെടുത്ത് പാത്രം നിറയ്ക്കണം. സന്ധ്യയ്ക്ക് മുമ്പ് എൻ്റെ പക്കൽ അത് എത്തിക്കണം, അല്ലെങ്കിൽ മരണമായിരിക്കും നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ. ഓർമ്മിച്ചുകൊള്ളൂ. രൗദ്രഭാവത്തോടെ ദേവി ചഷകം സൈക്കയുടെ കയ്യിൽ ഏൽപ്പിച്ച് കടന്നുപോയി. സൈക്കെ പളുങ്കുപാത്രവുമായി കരിനദിയുടെ ഉറവിടം തേടിപ്പോയി. വലിയ മലകളുടെ ഉച്ചിയിൽ നിന്നാണ് ആ നദിയുടെ തുടക്കം. ദുർഘടമായ മലയിടുക്കുകളിൽ കൂടി അവൾ കുറേ നേരം മുന്നോട്ടു പോയി. വഴി ആപൽക്കരം. മുകളിൽ ഹിംസ്ര ജന്തുക്കൾ. കരിനദിയുടെ ഉറവിടത്തിനടുത്ത് വരുന്നവരെ വിഴുങ്ങുവാൻ മലമ്പാമ്പുകൾ കാത്തു നിൽപ്പുണ്ട്. ഭീകര സ്വത്വങ്ങളുടെ അലർച്ച മലയിൽ മുഴങ്ങിക്കേട്ടു. അവൾ പേടിച്ചരണ്ടു. ആകാശത്ത് പറന്നു നീങ്ങിയ ഒരു വലിയ കഴുകൻ സൈക്കയെ കണ്ടു. അവളുടെ ദൈന്യത കണ്ട് ആർദ്രത തോന്നിയ കഴുകൻ അടുത്തു വന്നു പറഞ്ഞു, കുട്ടി, മലയിൽ നീ കയറരുത്. കണ്ണീരോടെ തൻ്റെ കഥകളെല്ലാം സൈക്കെ കഴുകനോട് പറഞ്ഞു.
കഴുകൻ്റെ മനസ്സലിഞ്ഞു. നീ ഇവിടെ തന്നെ നിൽക്കൂ. കഴുകൻ തുടർന്നു. നിന്റെ കയ്യിലെ പളുങ്കുപാത്രം തന്നാൽ കുളിർ ജലം ഞാൻ ശേഖരിച്ചു തരാം. നീണ്ട കൊക്കിൽ പളുങ്കുപാത്രവും എടുത്ത് കഴുകൻ പറന്നുപോയി. നിമിഷങ്ങൾക്കകം തണുത്ത ജലം നിറച്ച പാത്രവുമായി തിരിച്ചെത്തി. സൈക്കെ കഴുകനോട് നന്ദി പറഞ്ഞു. വെള്ളം തുളുമ്പിപ്പോകാതെ അവൾ സാവധാനം താഴ്വരയിൽ ഇറങ്ങി. താൻ ആജ്ഞാപിച്ച കാര്യം നിർവഹിച്ച് മുൻപിലെത്തിയ സൈക്കയോട് അപ്പോഴും കോപമാണ് ദേവിക്കുണ്ടായത്. അവളെ ആഫ്രോഡിറ്റി കഠിനമായി ശകാരിച്ചു, ശപിക്കുകയും ചെയ്തു. കടുത്ത വേദനയോടെ സൈക്കെ നിലത്തു വീണു. സംഭവങ്ങളെല്ലാം ഈറോസ് ദേവൻ അറിയുന്നുണ്ടായിരുന്നു. ആഫ്രോഡിറ്റി കടന്നുപോയപ്പോൾ അദ്ദേഹം അവളുടെ സമീപം വന്നു. അവൾ അമ്മയുടെ ശകാരവും ശാപവുമേറ്റ് ബോധമറ്റ് തറയിൽ കിടക്കുകയാണ്. ഈറോസിന്റെ മനസ്സ് വേദനിച്ചു. ചഷകത്തിലെ കുളിർജലം തളിച്ച് ഈറോസ് സൈക്കയെ ഉണർത്തി. ഈറോസിന്റെ ദർശനത്തിൽ സൈക്കെ കോരിത്തരിച്ചു. അവൾ തൻ്റെ വേദനകളെല്ലാം മറന്നു. അവളുടെ കൈപിടിച്ച് ഈറോസ് ദേവൻ നടന്നു. അപ്പോൾ മക്കളെ, സൈക്കെ ഈറോസ് ദേവനെ നേടിയെടുത്തു അല്ലേ? അപ്പോൾ ഇത് പുനരാഖ്യാനമാണ്. ഫാദർ സെഡ് എം മുഴൂറാണ് എഴുതിയിരിക്കുന്നത്. ഗ്രീക്ക് പുരാണ കഥാസാഗരത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. നമുക്കിനി പ്രവർത്തനങ്ങൾ നോക്കാം. കഥ വായിക്കാം, പറയാം. എല്ലാവരും മൗനമായി 1-2 തവണ കഥ വായിക്കൂ. ഇനി കഥ ഉറക്കെ വായിച്ചു കേട്ടാലോ? ഓരോരുത്തരായി ഗ്രൂപ്പിൽ കഥ ഭാഗങ്ങളായി വായിച്ച് പൂർത്തിയാക്കണം. വായിച്ചും വായന കേട്ടുമുള്ള ഓർമ്മ വെച്ച് ഈ കഥ ആർക്കെല്ലാം പറയാൻ പറ്റും? പറഞ്ഞു നോക്കൂ. കഥ വായനയും കഥ പറച്ചിലും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? ചർച്ച ചെയ്യൂ. അപ്പോൾ മക്കൾ 1-2 തവണ കഥ നന്നായി വായിച്ച ശേഷം ക്ലാസ്സിൽ അല്ലേ ഗ്രൂപ്പായിട്ടൊക്കെ വായിക്കുക. അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഈ കഥ ഒന്ന് പറയാൻ ശ്രമിക്കാം. ആർക്കൊക്കെ പറയാൻ പറ്റുന്നുണ്ട് നോക്കാം. അപ്പോൾ കഥ നമ്മൾ വായിക്കുന്നതും കഥ പറയുന്നതും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട് നോക്കാം അല്ലേ? കഥാവായനയും കഥ പറച്ചിലും തമ്മിൽ വലിയ വ്യത്യാസം തന്നെയുണ്ട്. കഥാവായനയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അക്ഷരസ്ഫുടതയും ഉച്ചാരണ ഭംഗിയും ഭാവം ഉൾക്കൊണ്ട വായനയും എല്ലാം അതിൽപ്പെട്ടതാണ്. ഓരോ വാക്കുകൾക്കും വാക്യങ്ങൾക്കും അനുസരിച്ചുള്ള ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളും നല്ല വായനയിൽ പ്രധാനമാണ്. എന്നാൽ കഥ പറയുമ്പോൾ ഈ കാര്യങ്ങളൊന്നും നിർബന്ധമില്ല. കഥ അവരവരുടെ ഭാഷയിൽ ചുരുക്കി പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. ഇനി കഥ പറയലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാമൊഴിക്ക് പ്രാധാന്യം, വ്യക്തത, സ്പഷ്ടത, ഭാവപ്രകടനത്തിന് കൂടുതൽ പ്രാധാന്യം, ശബ്ദ നിയന്ത്രണം, ക്രമം പാലിക്കൽ. ഇനി കഥാവായനയ്ക്കുള്ള പ്രത്യേകതകൾ: വരമൊഴിക്ക് പ്രാധാന്യം, ഒഴുക്ക്, അക്ഷരസ്ഫുടത, വ്യക്തത, ഭാവം, ശബ്ദ നിയന്ത്രണം. അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം എന്താ മക്കളെ? കഥാപാത്രങ്ങളോടൊപ്പം അല്ലേ? എരുതിയിലുയിരോടെ എന്ന കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? 2-3 വാക്യം കൊണ്ട് ഓരോ കഥാപാത്രത്തെയും പരിചയപ്പെടുത്തൂ. ആദ്യം സൈക്കെ തൻ്റെ പ്രിയതമനായ ഈറോസ് ദേവന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. പല വെല്ലുവിളികൾ വന്നിട്ടും തളരാതെ നേരിട്ടു. ഈറോസ് സൈക്കെ നേരിടുന്ന കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ടും അവളെ സഹായിക്കാൻ കഴിയുന്നില്ല. അമ്മയ്ക്ക് സൈക്കയെ ഇഷ്ടമല്ലെങ്കിലും ഈറോസിന് അവളെ ജീവന തുല്യം ഇഷ്ടമാണ്. ആഫ്രോഡിറ്റി ഒരുപാട് ദേഷ്യമുള്ള ദുഷ്ടയായ ഈറോസിൻ്റെ അമ്മ. സൈക്കയെ ഇവർക്ക് ഇഷ്ടമല്ല. അവളെ അംഗീകരിക്കാതെ പല അപകടം പിടിച്ച ജോലികളും ചെയ്യിപ്പിക്കുന്നു. ഡിമിറ്റർ ഈറോസ് ദേവനെ തിരഞ്ഞ് സങ്കടപ്പെട്ട് നടക്കുന്ന സൈക്കയ്ക്ക് ഈറോസ് ദേവൻ എവിടെയെന്ന് പറഞ്ഞുകൊടുത്ത് അവളെ സഹായിക്കുന്നു. ഇനി നമുക്ക് ആ ഉറുമ്പിനെയും കഴുകനെയും ഒക്കെ വേണമെങ്കിൽ എഴുതാലേ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം എനിക്കും പറയാനുണ്ട്. ഇത് തീർച്ചയായും നീ നിന്റെ കൈകൊണ്ട് ചെയ്തതല്ല. എന്തോ വഞ്ചന ഇതിലുണ്ട്. ഇത് നീ തനിച്ച് സമ്പാദിച്ചതല്ല. ആരെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടാകും. വളരെ കഷ്ടപ്പെട്ട് കൽപ്പനകൾ പൂർത്തിയാക്കി തിരിച്ചു വന്ന സൈക്കയോട് ആഫ്രോഡിറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്. ആഫ്രോഡിറ്റിയുടെ ഈ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കണ്ടെത്തൂ. നോട്ട് പുസ്തകത്തിൽ കുറിക്കൂ. ഈ പ്രവൃത്തിയോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനും കഷ്ടപ്പാടുകൾക്ക് വില കൊടുക്കാനും അവരുടെ ത്യാഗങ്ങൾ അംഗീകരിക്കാനുമുള്ള മനസ്സ് ആഫ്രോഡിറ്റിക്കില്ല. ഇവർ സൈക്കയെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, അവളെ പല അപകടങ്ങളിലും പെടുത്താൻ നോക്കുന്നു. ഈറോസിനെ കാണാൻ വേണ്ടി സൈക്കയെ ഏൽപ്പിക്കുന്ന ചുമതലകളെല്ലാം തന്നെ വളരെ അപകടം നിറഞ്ഞതാണ്. എന്നാൽ അതെല്ലാം അനുസരിക്കുന്ന സൈക്കയെ അതൊന്നും അവൾ ചെയ്തതല്ല എന്ന് പറഞ്ഞ് അവഗണിക്കുകയാണ് ആഫ്രോഡിറ്റി ചെയ്യുന്നത്. ഇത് വളരെ മോശമായ സ്വഭാവമാണ്. ഒരിക്കലും നാം ഇങ്ങനെയാവരുത്. മറ്റുള്ളവരെ അംഗീകരിക്കാനും അവരിലെ നന്മ കാണാനും നമുക്ക് സാധിക്കണം. അടുത്ത പ്രവർത്തനം പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ.
തലയ്ക്കു മീതെ വെള്ളം വന്നാൽ അതുക്കു മീതെ തോണി. ഈ ചൊല്ലിൻ്റെ ആശയം എന്താണ്? ഒന്നല്ലൊരു കോടി മാവേലിമാർ ഭൂമിക്ക് വേണ്ടി എരുതിയിലുയിരോടെ എന്നീ പാഠങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുമായി ഈ പഴഞ്ചൊല്ലിനുള്ള ബന്ധമെന്താണ്? നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു കുറിപ്പായി എഴുതൂ. ഏതൊരു പ്രശ്നത്തിനും ആ പ്രശ്നത്തിലൂടെ തന്നെ പരിഹാരമുണ്ട് എന്നതാണ് ഈ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും കരുത്തോടെ മുന്നേറണമെന്നാണ് കനൽ വഴിയിൽ കരുത്തോടെ എന്ന യൂണിറ്റ് നമ്മെ പഠിപ്പിക്കുന്നത്. മഹാപ്രളയകാലത്ത് ജാതിമതഭേദമില്ലാതെ കേരള ജനത ഒറ്റക്കെട്ടായി കൈകോർത്ത് കരകയറിയ അനുഭവമാണ് ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കഥയിൽ നമ്മൾ കണ്ടത്. പ്രളയത്തിൽ ഒട്ടേറെ നാശനഷ്ടങ്ങൾ പലർക്കും ഉണ്ടായി. വീട് നഷ്ടമായി, കൂടപ്പിറപ്പുകൾ നഷ്ടമായി, അച്ഛനെയും അമ്മയെയും വരെ നഷ്ടമായി. അപ്പോഴല്ലേ അവരെ സഹായിക്കാൻ, ചേർത്ത് നിർത്താൻ, മുന്നോട്ട് നയിക്കാൻ ഒട്ടേറെ ആളുകൾ എത്തിയത്. ആ കരുത്തോടെ ഓണക്കാലത്തെ വരവേൽക്കാൻ നിൽക്കുന്ന ജനതയുടെ ശുഭപ്രതീക്ഷയും ഈ കവിതയിലുണ്ട്. ആഗോളതാപനം രൂക്ഷമായ ഘട്ടത്തിൽ അതിനെതിരെ ശബ്ദമുയർത്തി ഭൂമിക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോരാടിയ ഗ്രേറ്റ എന്ന പെൺകുട്ടിയെയാണ് ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്ത് നാം കണ്ടത്. ഭൂമിയുടെ സുരക്ഷിതമായ വീണ്ടെടുപ്പിനു വേണ്ടി ഒറ്റയ്ക്ക് പോരാടിയ ഗ്രേറ്റയ്ക്ക് പിന്തുണയുമായി പിന്നീട് ഒത്തിരി പേരെത്തി. ഇവിടെയും ഒത്തൊരുമ നമുക്ക് കാണാനായി. തന്നെ താലി കെട്ടിയ ഭർത്താവിനായി ഒട്ടേറെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയെയാണ് എരുതിയിലുയിരോടെ എന്ന പാഠഭാഗത്ത് നമുക്ക് കാണാനാവുന്നത്. തൻ്റെ പ്രയാസഘട്ടത്തിൽ അവളെ സഹായിക്കാനെത്തിയത് പ്രകൃതി തന്നെയായിരുന്നു. ആദ്യ കൽപ്പന ധാന്യങ്ങൾ വേർതിരിച്ച് കൂട്ടങ്ങളാക്കാനായിരുന്നു. ഒരു മാസമെടുത്താലും ചെയ്തു തീർക്കാൻ പറ്റാത്ത പ്രവൃത്തി ഉറുമ്പുകൾ വന്ന് സഹായിച്ച് നിമിഷ നേരം കൊണ്ട് സാധിച്ചു. രണ്ടാമത്തേത് മലമടക്കുകളിലെ കരിനദിയിൽ നിന്ന് തെളിനീര് കൊണ്ടുവരാനായിരുന്നു. അതിന് ഒരു കഴുകനും സഹായിച്ചു. ഇവിടെയും നമുക്ക് ഒരുമ കാണാനായി. ഇത്തരത്തിൽ ഒരുമയെക്കുറിച്ചും പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുന്നതിനെക്കുറിച്ചുമാണ് ഈ 3 പാഠങ്ങളിലും നാം പഠിച്ചത്. അടുത്ത പ്രവർത്തനം കഥയരങ്ങാണ്. പാഠപുസ്തകത്തിൽ നിന്നും ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനാശാലയിൽ നിന്നും ധാരാളം കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ. ഇഷ്ടപ്പെട്ട കഥകൾ ഉൾപ്പെടുത്തി ക്ലാസ്സിൽ കഥയരങ്ങ് സംഘടിപ്പിക്കാനാണ്. അപ്പോൾ നിങ്ങളത് ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പേരോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ആരാണ് എവിടെ നിന്നാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.